വടകര CI ആണ് എതിർകക്ഷി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കോർപ്പറേഷന്റെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും പടലപ്പിണക്കം മൂലം ഏലായിൽ കൃഷി ചെയ്യാൻ കഴിയാതെ ഒരു കൂട്ടം കർഷകർ. കൊല്ലം കോർപ്പറേഷന്റെയും പനയം ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയിലുള്ള ചീപ്പ് പാലത്തിൽ ഷട്ടർ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം നിലനിൽക്കുന്നത്. കൊല്ലം കോർപ്പറേഷനും പനയം ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന കണ്ടച്ചിറ ചീപ്പ് പാലത്തിൽ ഷട്ടർ സ്ഥാപിക്കുന്നതിലാണ് തർക്കം നിലനിൽക്കുന്നത്. പെരിനാട് വഴിയുള്ള തോട്ടിലെ വെള്ളം കായലിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിനും കായൽ ജലം മറുഭാഗത്തേക്ക് കയറാതിരിക്കുന്നതിനുമായി കാലങ്ങളായി ചീപ്പ് പാലത്തിൽ പലക ഉപയോഗിച്ച് ഷട്ടർ സ്ഥാപിച്ചിരുന്നു. ഏലായിൽ വെള്ളം നിറയുന്നതോടെ തോടുവഴി വരുന്ന വെള്ളം മഴ സമയത്ത് കായലിലേക്ക് ഇറങ്ങുന്നതിനായി ഷട്ടർ തുറക്കുകയും ഇതിനായി താൽക്കാലിക ജീവനക്കാരെ പഞ്ചായത്ത് അധികൃതർ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഷട്ടർ സ്ഥാപിക്കാത്തതിനാൽ സമീപ വീടുകളിലെ കിണറുകളിലും ഏലായിലും ഉപ്പുവെള്ളം കയറി. കനത്ത ചൂടിൽ കൃഷികളെല്ലാം കരിഞ്ഞുണങ്ങിയതിന് പിന്നാലെ ഉപ്പുവെള്ളം കയറിയതോടെ കൃഷി ഇറക്കാനാകാത്ത അവസ്ഥയിലാണ് കർഷകർ. അതിർത്തിയായതിനാൽ ഷട്ടർ നിർമ്മിക്കാത്തതിന് കാരണമായി പരസ്പരം പഴിചാരുകയാണ് കൊല്ലം കോർപ്പറേഷനും പനയം ഗ്രാമപഞ്ചായത്ത് അധികൃതരും. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. ജനവാസ കേന്ദ്രങ്ങളിൽ രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. കൊല്ലം പെരിനാട് പഞ്ചായത്തിലെ 11ാം വാർഡിലാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നത് മൂലം ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത്.